സൂഫ്രംസോ കന്നഡ ഹൊറർ കോമഡി സിനിമയാണ്. ഇതിന്ന് മലയാളത്തിൽ ഡബ് ചെയ്ത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. JP തുമ്മിനാട് രചനയും സംവിധാനം നിർവഹിച്ച ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. മറലൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ് ഈ സിനിമ പറയുന്നത്. സൂഫ്രംസോ എന്ന് വെച്ചാൽ സുലോചന ഫ്രം സോമേശ്വര എന്നതിന്റെ ചുരുക്കമാണ്. സുലോചന ആരാണ്, സോമേശ്വരവുമായിട്ട് എന്താണ് ബന്ധം, ഇതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു കിടിലെന്ന് വെച്ചാൽ കിടിലം പടം. ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയും സംതൃപ്തിയോടെ ഒരു സിനിമ കണ്ടിട്ട് തിയേറ്റർ വിട്ടിറങ്ങിയിട്ടില്ല. അതും ഇത്രയും സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ക്ലൈമാക്സും അജ്ജാതി പൊളി വൈബ് സാധനമാണ്. ആരും പറയുന്ന ഒന്നും കേൾക്കേണ്ട, ധൈര്യമായിട്ട് കണ്ടോ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, ഒരു നഷ്ടവുമാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മിസ് ചെയ്യരുത്. ഇതാണ് ഹൊറർ കോമഡി, അല്ലെങ്കിൽ ഈ ദാവണം ഹൊറർ കോമഡി. അല്ലാതെ അമ്മൂമ്മയുടെ കാലത്തെ പരിപ്പോടെ യക്ഷി സീരിയൽ സ്റ്റൈലിൽ മേക്ക് ചെയ്താൽ ഹൊറർ കോമഡി ആവില്ല. കുറെ നാൾക്ക് ശേഷമാണ് ഇത്രയും രസിച്ച് ഒരു കോമഡി സിനിമ കാണുന്നത്. സിറ്റുവേഷണൽ കോമഡിയാണ്, തട്ടിക്കൂട്ടൊന്നുമല്ല. ഒരുപാട് പേരൊന്നും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ളവരൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു പല കോമഡി രംഗങ്ങളിലും. അതുപോലെ തന്നെ ലോജിക്കലി കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള കിടിലൻ സ്ക്രിപ്റ്റുമാണ് പടത്തിനുള്ളത്. ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കാരണമുണ്ട് എന്ന് ചിലർ പറയില്ലേ, ഇതിലെ സംഭവങ്ങൾക്ക് ഒരു കാരണമുണ്ട്. അത് ഭയങ്കരമായ മനോഹരമായിട്ടുള്ള ഒന്നായിരുന്നു. പതിഞ്ഞ താളത്തിൽ തുടങ്ങി മെല്ലെ രസം പിടിച്ച് എൻഡിലേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു രീതിയിൽ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്ത് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിന്റേത്. ആ സ്ക്രിപ്റ്റിന്റെ ഫ്ലോ തന്നെ കിടുവാണ്. ക്ലൈമാക്സിൽ ഒരു അടിയുണ്ട്, ശരിക്കും തേങ്ങ കൊണ്ട് അടിച്ച് അവന്റെ തേങ്ങാക്കൊല പൊട്ടിക്കട എന്ന് നമുക്ക് തോന്നും. അത്തരത്തിൽ നമ്മളെ ഇമോഷണലി കണക്ട് ആക്കുന്നുണ്ട്. ഇജ്ജാതി എലവേഷൻ ആണ്. പിന്നെ മെയിൻ ഇതൊരു ഡബ്ബിംഗ് പടമാണെന്ന് കരുതി നിങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് പടം കാണാതെ മാറ്റി വെക്കരുത്. ഒരു ഡബ്ബിംഗ് സിനിമയാണെന്ന് എങ്ങും തോന്നുകയില്ല, അത്രയ്ക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്തൊരു ഡബ്ബിംഗ് വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡബ്ബിംഗ് ടീമിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനം തന്നെ നൽകണം. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ആക്ടേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും ലിപ്സിംഗും അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. മലയാളമാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. ഇപ്പൊ തെലുഗു സിനിമകളൊക്കെ മലയാളത്തിലൊക്കെ ഡബ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു പരിഭാഷ ചെയ്ത ഒരു ഫീൽ വരും. പക്ഷെ ഇതിൽ ഒട്ടും അത് വന്നില്ല, അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കന്നഡ ഭാഷയുടെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ് അത് ഭയങ്കരമായിട്ട് മലയാളത്തിന്റെ ഒരു ഭാഷാ സ്ട്രക്ചറുമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചില നാച്ചുറൽ സ്ലാങ്സ് അല്ലെങ്കിൽ നമ്മുടെ ചില ഭാഷയിലെ പ്രയോഗങ്ങളൊക്കെ അവിടെയും സിമിലർ ആയതുകൊണ്ടോ അങ്ങനെയല്ലോ ആയിരിക്കും. അഭിനയിച്ച എല്ലാവരുടെയും നാച്ചുറൽ പെർഫോമൻസ് ആണ്, അതും പടത്തിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. സംവിധായകൻ JP തുമ്മിനാട് തന്നെ ഇതിലൊരു ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടറിൽ വരുന്നുണ്ട്, അശോക എന്നൊരു കഥാപാത്രമായിട്ട്. പുള്ളി നൈസ് ആയിരുന്നു, ആ റോള് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ പൊളി. ഇതിൽ ഏറ്റവും കിടലൻ ക്യാരക്ടർ രവി അണ്ണ എന്ന കഥാപാത്രമാണ്. ഷെനീൽ ഗൗതം എന്നൊരു നടനാണ് ചെയ്തിരിക്കുന്നത്. മച്ചാൻ പൊളിയാണ്. പടം കണ്ടവരൊന്നും പുള്ളിയെ മറക്കുകയല്ല, ആ ക്യാരക്ടർ തന്നെ. ഒരു സ്പെഷ്യൽ റോളിൽ രാജ്ബി ഷെട്ടി വന്നിട്ടുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെയാണ് മലയാളത്തിലും ഡബ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഓരോ പടം കാണുമ്പോഴും പുള്ളിയോടുള്ള ഇഷ്ടം നമുക്കിങ്ങനെ കൂടി വരികയാണ്. ഭാനുവായിട്ട് വന്ന സന്ധ്യ ആർക്കര എന്ന നടിയുടെ പെർഫോമൻസും എടുത്തു പറയണം. അതുപോലെ സതീശൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് വന്ന ദീപക് റായ് ഉണ്ട്. അളിയനായിട്ട് വന്ന നടൻ, ഓട്ടോ ഡ്രൈവറായിട്ട് വന്ന നടൻ, ചായക്കടയിലെ ചേട്ടൻ, ചെവി കേൾക്കാത്തൊരു അപ്പൂപ്പനുണ്ട്. അങ്ങേരുടെ ഒരു സീന് തിയേറ്ററിൽ ഭയങ്കര കൂട്ടച്ചിരിയായിരുന്നു. സോ ആക്ടേഴ്സ് എല്ലാവരും പൊളി എന്ന് പറഞ്ഞ പൊളി പെർഫോമൻസ്. ടെക്നിക്കലിയും നൈസ് ആയിട്ടുള്ള ഒരു പടമാണ്. S ചന്ദ്രശേഖരനാണ് ഇതിന്റെ ക്യാമറ, നിതിൻ ഷെട്ടിയാണ് എഡിറ്റിംഗ്. എടുത്തു പറയേണ്ടതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കുമാണ്. സുമേദ് K ആണ് പാട്ടുകളുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ സന്ദീപ് തുളസിദാസ് ആണ് സ്കോർ. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും ഒരു പാട്ട് പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതും ചിമിട്ട് സാധനമാണ് കൊടുത്തേക്കുന്നത്. ഒരു കല്യാണ പോർഷനിലെ മ്യൂസിക് ഒക്കെ വേറെ ലെവലായിരുന്നു. സൗണ്ട് ഡിസൈനും കിടുവാണ്. സോ ടെക്നിക്കലി പടം നൈസാണ്. എനിക്കിതിലങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. തുടക്കത്തിൽ ഒരു പക്ഷേ ഒന്ന് ഇന്നാവാനായിട്ട് കുറച്ചൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എനിക്ക് അങ്ങനെ ചെറിയൊരു ഫീൽ വന്നായിരുന്നു. അത് മാത്രമേ ഒരു നെഗറ്റീവ് ഫീൽ വന്നിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ കഥയിലേക്ക് ഹുക്ഡ് ആവുകയും ചെയ്യും. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു കിടിലൻ കോമഡി പടമാണ് സൂഫ്രംസോ. ഗംഭീരമായിട്ട് മനോഹരമായിട്ട് നിങ്ങളെ ഇമോഷണലി കണക്ട് ആക്കുന്ന ഒരു പടം കൂടിയാണ്. ഈ വർഷം കണ്ട മികച്ച സിനിമകളിൽ ഒന്ന് എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം തന്നെ പോയി കാണുക. 2 മണിക്കൂർ 17 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. കുട്ടികൾക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.